നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൂടത്തായി കേസ് ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് ജോളി. ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ധനപ്രതിസന്ധി, അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് തുടക്കം. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് റോജി എം ജോൺ. തൃശൂർ ഹൈറിച്ച് തട്ടിപ്പ് കേസ് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഫെബ്രുവരി 2-ന് പരിഗണിക്കും. പഴകിയ എണ്ണ, ഷവർമ, മീന്. ഒറ്റ വർഷം കൊച്ചിയിൽ മാത്രം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിഴ ഈടാക്കിയത് 47,60,300 രൂപ. വാർത്തകൾ വിശദമായി. കൂടത്തായി കൊലപാതക കേസിലെ മുഖ്യപ്രതി ജോളിയുടെ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളി. എം മാത്യു മഞ്ചാടിയിൽ, സിലി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലെ ജാമ്യാപേക്ഷയാണ് ജസ്റ്റിസ് CS ഡയസ് തള്ളിയത്. കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ഹൈദരാബാദ് ഫോറൻസിക് ലാബിൽ നിന്ന് ഇനിയും ഹാജരാക്കാൻ പ്രോസിക്യൂഷനെ കഴിഞ്ഞിട്ടില്ലെന്നും ഈ സാഹചര്യത്തിൽ ജാമ്യം നൽകണമെന്നുമായിരുന്നു ജോളിയുടെ ആവശ്യം. ജോളിയുടെ ഭർത്തമാതാവ് അന്നമ്മ തോമസ് ഉൾപ്പെടെ ഭർത്താവിന്റെ കുടുംബത്തിലെ 6 പേരാണ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത്. 2019-ലാണ് കേരളത്തെ നടുക്കിയ കൊലപാതകങ്ങളുടെ വിവരം പുറത്തറിഞ്ഞത്. കൂടത്തായി പൊന്നാമറ്റം തറവാട്ടിൽ 2002 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ഒരു കുടുംബത്തിലെ 6 പേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതോടെയാണ് ജോളിയും കൂടത്തായും വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. റിട്ടയർഡ് അധ്യാപികയായ അന്നമ്മ തോമസിന്റെ മരണമായിരുന്നു കൊലപാതക പരമ്പരയിൽ ആദ്യത്തേത്. ആട്ടിൻ സൂപ്പ് കഴിച്ചതിന് പിന്നാലെ അന്നമ്മ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. പിന്നീട് അന്നമ്മയുടെ ഭർത്താവ് ടോം തോമസും മകൻ റോയ് തോമസും സമാന സാഹചര്യത്തിൽ മരിച്ചു. സംസ്ഥാനത്തെ ധനപ്രതിസന്ധിയിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് തുടക്കം. റോജി എം ജോൺ MLA ആണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് ചൂണ്ടിക്കാണിച്ച റോജി എം ജോൺ ധനസ്ഥിതി മോശമാകാൻ കാരണം ഇടതു സർക്കാർ എന്നും വിമർശിച്ചു. പ്രതിസന്ധിക്ക് കാരണം ധൂർത്ത്, നികുതി പിരിവും കാര്യക്ഷമമല്ല, ഇന്ധന സെസ് പിൻവലിക്കണമെന്നും റോജി എം ജോൺ ആവശ്യപ്പെട്ടു. കേന്ദ്ര നിലപാടും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടിയെന്ന് റോജി എം ജോൺ പറഞ്ഞു. IGST ഇനത്തിൽ സംസ്ഥാനത്തിന് ഉണ്ടായ നഷ്ടം പരിഹരിക്കാൻ ഇടപെട്ടിട്ടില്ലെന്നും സർക്കാർ ഇപ്പോൾ ധനപ്രതിസന്ധികൾ പറയുകയാണെന്നും MLA കുറ്റപ്പെടുത്തി. ധനപ്രതിസന്ധി പറഞ്ഞ് നികുതി കൂട്ടുകയാണ് സർക്കാർ. ദുരഭിമാനം വെടിഞ്ഞു, ഇന്ധന സെസ് പിൻവലിക്കണം, ക്ഷേമ നികുതി പെൻഷൻ കൊടുക്കാത്തവരാണ് ഇടത് ബദൽ പറയുന്നതെന്നും MLA അടിയന്തര പ്രമേയത്തിൽ വിമർശിച്ചു. കേന്ദ്രം ചെയ്യുന്ന അതേ പണിയാണ് തദ്ദേശ സ്ഥാപനങ്ങളോട് സംസ്ഥാന സർക്കാരും ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ഉൾപ്പെട്ട കേസ് വാദിക്കാൻ ലക്ഷങ്ങൾ മുടക്കി വക്കീലിനെ ഇറക്കി. 15 ധനകാര്യ കമ്മീഷന്റെ കാലം കഴിയാറായപ്പോൾ സമരവുമായി ഇറങ്ങിയിരിക്കുകയാണ്. കേന്ദ്രത്തെ കണ്ടാൽ കാവത്ത് മറക്കുന്നവരല്ല പ്രതിപക്ഷമെന്നും റോജി എം ജോൺ പറഞ്ഞു. തൃശൂരിലെ ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രധാന പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ വരുന്ന വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും. കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയാണ് കേസ് വീണ്ടും പരിഗണിക്കുക. പ്രതിഭാഗത്തിന്റെ ആവശ്യപ്രകാരമാണ് കേസിലെ വാദം കോടതി വരുന്ന വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചത്. സംസ്ഥാന ഉടമ പ്രതാപൻ, ഭാര്യ ശ്രീന തുടങ്ങിയവരാണ് കോടതിയെ സമീപിച്ചത്. ഇരുവർക്കും മുൻകൂർ ജാമ്യം നൽകരുതെന്നും 2300 കോടി രൂപയുടെ തട്ടിപ്പാണ് പ്രതികൾ നടത്തിയതെന്നും ED കോടതിയിൽ സത്യവാങ്മൂലം നൽകി. പ്രതികൾക്കെതിരെ വിവിധ ജില്ലകളിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത 19 കേസുകളുടെ വിശദാംശങ്ങളും ED കോടതിയിൽ ഹാജരാക്കി. ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിക്കുന്നതിനായി 850 കോടി രൂപ വിദേശത്തെത്തിച്ചതടക്കം ഗുരുതര സ്വഭാവമുള്ള സാമ്പത്തിക കുറ്റകൃത്യമാണ് പ്രതികൾ നടത്തിയതെന്നാണ് EDയുടെ കണ്ടെത്തൽ. ഭക്ഷ്യവിഷബാധയേറ്റ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശന പരിശോധനകളാണ് സംസ്ഥാനത്തൊട്ടാകെ കഴിഞ്ഞ വർഷം നടത്തിയത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വിവിധ സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിൽ മാത്രം കഴിഞ്ഞ വർഷം ജനുവരി 1 മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ നടത്തിയ പരിശോധനയിൽ പിഴ ഇനത്തിൽ ഈടാക്കിയത് 47,60,300 രൂപയാണ്. ഭക്ഷ്യസുരക്ഷാ ഉപദേശക സമിതിയുടെ യോഗത്തിലാണ് ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ആകെ 10,119 പരിശോധനകളാണ് ജനുവരി മുതൽ ഡിസംബർ വരെ ജില്ലയിൽ നടന്നത്. 437 കടകൾ അടച്ചുപൂട്ടി. 14,81,600 രൂപയാണ് RDO കോടതികളിൽ കേസ് ഫയൽ ചെയ്ത് പിഴയിട്ടത്. 8,000-ലധികം ഉപയോഗശേഷമുള്ള എണ്ണ ശേഖരിച്ച് ബയോഡീസൽ നിർമ്മാണത്തിന് നൽകി. ജില്ലയിൽ 3 അംഗീകൃത ഏജൻസികൾക്കാണ് ഇത് കൈമാറിയത്. ഷവർമയിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേൽക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്ന കേസുകൾ വ്യാപകമായ സാഹചര്യത്തിൽ ഷവർമ കടകളിലെ പരിശോധന കർശനമാക്കിയിരുന്നു. 782 പരിശോധനകൾ നടത്തി 343 കടകൾക്ക് നോട്ടീസ് നൽകി. 86 കടകൾ അടച്ചു. 10,15,000 രൂപയാണ് ഷവർമ വിൽക്കുന്ന കടകളിൽ നിന്നും മാത്രം പിഴ ഈടാക്കിയത്. മീൻ വിൽപ്പന കേന്ദ്രങ്ങളിലും പരിശോധന കർശനമാക്കി. 57 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ഒരു ഹോസ്റ്റൽ അടച്ചുപൂട്ടുകയും ചെയ്തു.